കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡിഷ് നമുക്കിന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുക്കണം. അതൊന്ന് കുതിർത്ത് ഏകദേശം 3 മണിക്കൂറൊക്കെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഒരു പൊട്ടറ്റോ 4ആയിട്ട് മുറിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മുഴുവൻ ഇട്ടപ്പോഴത്തേന് അകം വേവാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ 4ആയിട്ട് ഒന്ന് കുക്കറിലിട്ട് ഒരു 3 വിസിൽ ഏൽപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു ക്യാരറ്റ്, ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയും കൂടി നല്ലതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് അപ്പോഴേക്ക് 3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതൊന്ന് കുതിർന്ന് വരും. അരി നമ്മൾ ഇട്ട് വെച്ചിരുന്നില്ലേ, അരി ഒന്ന് കുതിർന്ന് വരും. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത അരി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, ആ 4 പീസാക്കി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ്, ആ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഒഴിക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, ഞാൻ ലാസ്റ്റ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇത് ഇത്രയും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ ഗ്രൈൻഡ് ചെയ്തെടുത്തുള്ളൂ, കാരണം അതിൻ്റെ മിക്സി കുറച്ചിങ്ങനെ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പുറത്തോട്ട് ചാടും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം എടുത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സി കഴുകി വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ, ക്യാരറ്റ്, സവാള, പിന്നെ ഒരു പച്ചമുളക്, ഇത് ഇത്രയും കൂടി മിക്സ് ആക്കി കൊടുക്കണം. പിന്നെ ആ സമയത്താണ് ഞാൻ ഉപ്പ് ഒഴിച്ചു കൊടുത്തത്. ഉപ്പ് എനിക്ക് ലേശം കുറവായെന്ന് തോന്നി, പിന്നെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തു. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അപ്പം ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്കൊരു ഏകദേശം ഒരു ദോശയുടെ മാവിൻ്റെയൊക്കെ ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ആ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ, നമ്മൾ ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ഹെൽത്തി ഫുഡാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കാരണം ഇതിൽ എല്ലാ ഹെൽത്തി റെമഡീസ് ആഡ് ആവുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്കിത് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ദോശ പോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അതാകുമ്പോൾ അകം നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം ഇത്തിരി നമുക്ക് സവാളയൊക്കെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പം അകം വേവാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും, അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴത്തേക്കും നല്ലോണം വെന്ത് കിട്ടും. എന്നിട്ട് അതിനെ മറിച്ചിട്ട് ഒന്നുകൂടി വേവിക്കണം. അപ്പോൾ അകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ക്യാരറ്റും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കുട്ടികൾക്കൊന്നും എരി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ തോന്നുന്നത് നമുക്ക് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൽ നമുക്ക് ഇനി കുറച്ചുകൂടി എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോഴത്തേനും വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് കഴിക്കും. അതായത് നല്ല ടേസ്റ്റി ഡിഷ് ആയതുകൊണ്ട് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.